പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളിലൊന്നായ ത്വക്കിനെ പറ്റി നോക്കി. അടുത്ത് നമുക്ക് നാവിനെ പറ്റി നോക്കാം. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാവ്. നാവിൽ രുചി അറിയാൻ സഹായിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ചവച്ചരച്ച് കഴിക്കാറുണ്ട്. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ രുചി അറിയാൻ നാവിനെ സഹായിക്കുന്നതാണ് രാസഗ്രാഹികൾ. നാവിൽ രുചി അറിയാൻ സഹായിക്കുന്നത് രാസഗ്രാഹികൾ. രാസഗ്രാഹികൾ കൂടുതലായും കാണപ്പെടുന്നത്, നാം കഴിക്കുന്ന ആഹാരത്തിന്റെ രുചി അറിയാൻ സഹായിക്കുന്നത് രാസഗ്രാഹികളാണ്. രാസഗ്രാഹികൾ കൂടുതലായും കാണപ്പെടുന്നത് നാവിന്റെ ഉപരിതലത്തിലാണ്. രാസഗ്രാഹികൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? നാവിന്റെ ഉപരിതലത്തിൽ. നാവിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്, നമ്മുടെ നാവിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. നാവിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് പാപ്പിലകൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ്, പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് സ്വാദ് മുകുളങ്ങൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് സ്വാദ് മുകുളങ്ങൾ. പ്രധാനമായും പ്രാഥമിക രുചികൾ എന്ന് അറിയപ്പെടുന്നത്, നമ്മുടെ നാവില് നാം കഴിക്കുന്ന ഓരോ ആഹാരത്തിനും പ്രത്യേകിച്ച് മധുരം, പുളി, കയ്പ് ഇത്തരത്തിൽ പ്രത്യേക ടേസ്റ്റുകളാണ് ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ പ്രാഥമിക രുചികളെന്ന് അറിയപ്പെടുന്നവയാണ് മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒളിയോ ഗസ്റ്റസ്. നമ്മുടെ നാവിന് പ്രധാനമായിട്ടും നാം കഴിക്കുന്ന ആഹാരത്തിലെ പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നതാണ് മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒളിയോ ഗസ്റ്റസ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ പ്രാഥമിക രുചിയാണ് ഉമാമി. നമ്മുടെ നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ പ്രാഥമിക രുചിയാണ് ഉമാമി. ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിനർത്ഥം, ഉമാമി എന്ന പദത്തിനർത്ഥം സന്തോഷകരമായിട്ടുള്ളത്, ഹാപ്പിനെസ്. അതായത് ഉമാമി എന്ന പദത്തിനർത്ഥം ഹാപ്പിനെസ്. ഉമാമി രുചി തരുന്ന ഘടകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, നമുക്ക് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥത്തിലൂടെയാണ് ഉമാമി എന്ന ടേസ്റ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ്. പ്രധാനമായും ഉമാമി എന്ന രുചിയുടെ കണ്ടന്റ് നമുക്ക് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ പ്രാഥമിക രുചി പുതുതായി കണ്ടെത്തിയത്, അതായത് നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ പ്രാഥമിക രുചിയാണ് ഒളിയോ ഗസ്റ്റസ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ പ്രാഥമിക രുചിയാണ് ഒളിയോ ഗസ്റ്റസ്. ഈ ഒളിയോ ഗസ്റ്റസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, അതായത് ഈ ഒളിയോ ഗസ്റ്റസിന്റെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ കൊഴുപ്പിന്റെ ടേസ്റ്റ് ആണ് ഒളിയോ ഗസ്റ്റസ് എന്ന ആറാമത്തെ പ്രാഥമിക രുചിക്കുള്ളത്. മധുരത്തിന് കാരണമാകുന്ന സ്വാദ് മുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ മുൻഭാഗത്താണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ മധുരമാണെങ്കിൽ ആ മധുരം ആദ്യമായി അറിയപ്പെടുന്നത് നാവിന്റെ മുൻഭാഗത്താണ്. അത് നമുക്കൊരു കോഡ് ഭാഷയിൽ പറഞ്ഞ മാ ഊ പുക, മാ ഊ പുക. മധുരം, ഉപ്പ്, പുളി, കയ്പ്. മധുരത്തിന് കാരണമാകുന്ന പ്രധാന സ്വാദുമുകുളങ്ങളെ നമ്മൾ ചെറിയൊരു കോഡിൽ പറഞ്ഞാൽ മാവു, പുക എന്ന് അറിയപ്പെടും. മധുരം, ഉപ്പ്, പുളി, കയ്പ്. ഇത്തരത്തിൽ 4 സ്വാദുമുകുളങ്ങൾ ഓർഡർ അനുസരിച്ച് പഠിച്ചു വെക്കണം. മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളം, അതായത് സ്വീറ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റുന്നത് നാവിന്റെ മുൻഭാഗത്താണ്. പുളിക്കും ഉപ്പുരസത്തിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ ഇരുവശങ്ങളിലായിട്ട്. മധുരം കഴിഞ്ഞ് തൊട്ട് 2 സൈഡുകളിലായിട്ട് പുളിപ്പും ഉപ്പുരസത്തിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ ഇരുവശങ്ങളിലാണ്.
കയ്പിനു കാരണമാകുന്ന സ്വാദുമുകളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ ഉൾവശത്ത്. നമ്മൾ പാവയ്ക്കോ കയ്പുള്ള എന്തേലും സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് കയ്പ് ഫീൽ ചെയ്യാറുള്ളത്. കയ്പിന് കാരണമാകുന്ന സ്വാദുമുകളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ ഉൾവശത്ത്. നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നാഡിയുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ചവച്ചരയ്ക്കാനും ടേസ്റ്റിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാഡി. നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നാം കഴിക്കുന്ന ആഹാര വസ്തുക്കൾ ഉമിനീരിൽ ലയിക്കും. ഇവ ഉമിനീരിൽ ലയിച്ചതിന് ശേഷം രാസഗ്രാഹികളെ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ആവേഗങ്ങൾ. രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിക്കുകയും ഉമിനീരിൽ ലയിച്ച ശേഷം രാസഗ്രാഹികളെ ഉദ്ദീപിക്കപ്പെടും. ഈ രാസഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നവയാണ് ആവേഗങ്ങൾ. സ്വാദുമുകളങ്ങളുടെ ഉദ്ദീപനം വഴി ഉണ്ടാകുന്ന ആവേഗങ്ങൾ മസ്തിഷ്കത്തിൽ എത്തുമ്പോൾ നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ ടേസ്റ്റ് ഉമിനീരിൽ ലയിച്ച് രാസാഗ്രികൾ ഉദ്ദീപിക്കപ്പെട്ട് ആവേഗങ്ങൾ രൂപപ്പെടും. ഇത്തരത്തിൽ സ്വാദുമുകളങ്ങളുടെ ഉദ്ദീപനം വഴി ഉണ്ടാകുന്ന ആവേഗങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തും. ഇത്തരത്തില് ഈ ആവേഗങ്ങൾ മസ്തിഷ്കത്തിൽ എത്തുന്ന ടൈമിലാണ് നമുക്ക് രുചി എന്ന അനുഭവം ഉണ്ടാകുന്നത്. രുചി എന്ന അനുഭവം ഉണ്ടാകുന്നത് ഈ സ്വാദുമുകളങ്ങളുടെ ഉദ്ദീപനം വഴി ഉണ്ടാകുന്ന ആവേഗങ്ങൾ മസ്തിഷ്കത്തിൽ എത്തിച്ചേരും. മസ്തിഷ്കം ഈ സ്വാദുമുകളങ്ങളുടെ ആവേഗങ്ങളെ തിരിച്ചറിയുന്ന ടൈമിലാണ് നമുക്ക് രുചി എന്ന അനുഭവം ഉണ്ടാകാറുള്ളത്. നമ്മുടെ നാവിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗം രോഗമാണ് റെഡ് ബീഫി ടങ്ക്. നാവിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് റെഡ് ബീഫി ടങ്ക്. താങ്ക് യു.